റീസെൻ്റായിട്ട് ആസിഫ് അലി ഫേമസ് ആക്കിയ ചിയാങ്ങിലെ ചില്ലി ചിക്കൻ ഓൾറെഡി ഇവിടെ നിന്ന് കഴിച്ചതാണെങ്കിലും ആസിഫ് അലി പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു സ്ട്രൈക്ക് വന്നു. അപ്പോൾ ഒന്നും കൂടെ പോയൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം പോയത് മേളിലേക്കാണ്. മേളിലൊരു നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയറുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പേസാണുള്ളത്. താഴെയും നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് മേളിലാണ്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം നമ്മൾ മെനു എടുത്ത് നോക്കി. ഫസ്റ്റ് തന്നെ സൂപ്പാണ് ഓർഡർ ചെയ്യുന്നത്. കുറേ വെറൈറ്റി സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞാൻ എടുത്തത് പ്രോൺസ് എഗ് സൂപ്പാണ്. പിന്നെ തപ്പിപ്പോയത് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ നൂഡിൽസും ചില്ലി ചിക്കനും. അങ്ങനെ അതും ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ പ്രോൺസ് സൂപ്പ് വന്നിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കുറച്ച് പെപ്പർ ആഡ് ചെയ്തപ്പോഴാണ്. ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എക്കിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ കുടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലും പെപ്പർ ഇട്ടിട്ടാണ് കുടിച്ചത്. ഫുഡ് പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പെട്ടെന്ന് ഫുഡ് തരുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്യും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫുള്ള് സൂപ്പും കുടിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വെയിറ്റിംഗ് നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസിനും വേണ്ടിയിട്ടാണ്. ഹാഫ് ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചത് രണ്ടും. അപ്പോൾ അതവർ തന്നെ സെർവ് ചെയ്ത് തരും. ഈ ചെറിയ പാത്രം കണ്ടിട്ട് നിങ്ങൾ ഇതെങ്ങനെ കഴിക്കുമെന്ന് വിചാരിക്കേണ്ട. ശരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ ഹാഫ് ഫ്രൈഡ് റൈസ് തന്നെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആസിഫ് അലി വൈറലാക്കിയ ആ ചില്ലി ചിക്കൻ. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ ഓവർ സോസൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സോസിൻ്റെ ഒരു അതിപ്രസരവും ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ഒരു നല്ലൊരു ചില്ലി ചിക്കനാണ്. അത് സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല റെഡ് കളറായിരിക്കില്ല, ഭയങ്കര റെഡ് ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു പുളിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ലൊരു ചില്ലി ചിക്കനായിരുന്നു. കൂടെ സോസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈഡ് റൈസിനെ പറ്റി പറയാനാണെങ്കിൽ സ്പ്രിങ് ഓണിയൻ കുറച്ച് കൂടുതലായിരുന്നു. ഒരു ഉള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് സ്പ്രിങ് ഓണിയൻ കൂടിയത് കൊണ്ടാവാം, പക്ഷേ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചില്ലി ചിക്കൻ്റെ പീസും കുറച്ച് ഗ്രേവിയും ഫ്രൈഡ് റൈസും കുറച്ച് സോസും കൂടി ഇട്ടിട്ട് അങ്ങ് കഴിക്കുമ്പോൾ കിട്ടില്ല. നല്ല കോമ്പിനേഷൻ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, കൈ കൊണ്ട് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് ബോണുള്ള പീസാണ്. ബോൺലെസ്സും അവൈലബിൾ ആണ്. ഞാൻ ബോണുള്ളതാണ് വാങ്ങിയത്. പക്ഷെ നല്ലതായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പേർക്ക് കഴിച്ചിട്ട് തന്നെ വയറൊക്കെ നിറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നിയത് ഈ 2 സോസും ചില്ലി ചിക്കനും ഈ ഫ്രൈഡ് റൈസും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എരിവും ചില്ലി സോസിൻ്റെ ഒരു എരിവും പിന്നെ ടൊമാറ്റോ സോസിൻ്റെ ഒരു പുളിയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്ന ബില്ല് ഇതാണ്, 550. ആ സൂപ്പും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൂടിയിട്ടാണ് ഈ 550 വന്നത്. അത് വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.